ഈ എക്സ്പെരിമെന്റ് ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഈ സഞ്ജയ് പ്രകാശന്റെ പേര് ലോകം മൊത്തം അറിയും. മിനിമം ഒരു നൊബേൽ എങ്കിലും അടിച്ചു വാങ്ങണം. സഞ്ജു, എടാ സഞ്ജു. ആ ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ട്? എന്ത് അച്ഛൻ ഓർത്ത നാട് വിട്ടു പോയ? അങ്ങനൊന്നും ഓർത്തില്ല. നീ അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നീ എൻ്റെ ഒരു മോനായിപ്പോയില്ലേ. അപ്പൊ അന്വേഷിക്കണമല്ലോ, തന്തയല്ലേ ഞാൻ. നല്ല സ്നേഹം എന്നോട്. ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടാവേ. ഇതെന്തോ ഈ പരിപാടി? അത് ഞാൻ ഈ ചെടിയെ വരുന്ന പൂപ്പൽ പോകാൻ വേണ്ടിയേ അതിനൊരു സ്പ്രേ ഉണ്ടാക്കുമായിരുന്നു, ഒരു പ്ലാന്റ് ഇൻഫെക്റ്റന്റ് പോലെ. സ്പ്രേ? ആ സ്പ്രേ എന്ന് പറഞ്ഞാല് ഈ ചെടിയുടെ ഈ വരുന്ന കീടങ്ങളൊക്കെ പോകുന്ന ഒരു സ്പ്രേ. എന്തുവാടേ ഇതൊക്കെ? അതായത് ഇപ്പൊ ഒരു തക്കാളി ചെടി അച്ഛൻ ഇമാജിൻ ചെയ്യൂ. അതിൽ ഈ പൂപ്പൽ വരൂല്ലേ? പൂപ്പൽ വന്നാൽ തക്കാളി ചെടിയുടെ കാര്യം കഴിഞ്ഞു, ചെടി പോയി. പക്ഷേ എന്റെ ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഈ തക്കാളി ചെടിയെ കൊല്ലാൻ വന്ന പൂപ്പലെല്ലാം അതിന് പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യും. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ കൊല്ലാൻ വന്നവന്മാര് ഹീറോസ് ആയി മാറും, ഈ ചെടിയെ രക്ഷിക്കും. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് മൈ പ്ലാന്റ് സ്പ്രേ. ഇതിനാണല്ലോ ഏറ്റവും വലിയ പരീക്ഷണം. എന്നെ പരീക്ഷിക്കാൻ ഒന്ന് എണീറ്റ് പോവോ ഇവിടുന്ന് പ്ലീസ്. ദൈവം തന്ന ഏറ്റവും വലിയ വിധിയാണല്ലോ നീ. എന്തോന്ന് വിധി? എടാ, നിന്നെ എനിക്ക് മകനായിട്ട് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ വിധി. അച്ഛനായിട്ട് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ വിധി. നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല കേട്ടോ. ഈ കുന്തല്ലാണ് കാണിച്ചു വിട്ടിട്ടേ അവസാനം PSC ടെസ്റ്റ് എഴുതി തോറ്റിട്ട് വരുമ്പോ നിന്റെ വിധി എന്താന്ന് ഞാൻ തീരുമാനിക്കും. അപ്പോഴും പറയണം ഇതുപോലെ ഉത്തരം ചോദിക്കുന്നതിനല്ല. ഇതെന്ത് കഷ്ടമായത് എപ്പോഴും PSC ആണ് നൊബേലാണോ വരുന്നത്? എന്തുകൊണ്ടെങ്കിലും കുറെ ഗവൺമെന്റ് ജോലി PSC നൊബേൽ ഒന്ന് കിട്ടോട്ടോ, അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കും. പോയില്ലേ? നീ ചോദിക്കുന്നത് അന്നേരത്താണോ പോയില്ലെന്ന് ചോദിക്കുന്നത്? എല്ലാം കൂടെ പറ്റി പൊട്ടിച്ചളെ ഞാൻ. ഇതെന്ത് കഷ്ടമായത് അച്ഛാ. ഞാൻ ഒരു കുറ്റം ചെയ്ത് ഇവിടെ വന്നിരിക്കുക, അതും വീടിന്റെ മൂലക്ക്, എന്നിട്ട് എന്റെ മെക്കിട്ട് കാണാൻ വരുന്നേ. നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല കേട്ടോ. എന്തോന്നത്? എന്താ ഞാൻ പ്ലീസ് ചെയ്യടാ. ഞാൻ ചെയ്യുക. എടി വേണേ, നിനക്കിത് വല്ല അറിയോ? അച്ഛമ്മ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്കറിയാം അച്ഛമ്മ. അച്ഛമ്മ ഞാനൊരു കാര്യം പറയട്ടെ. പറ. എനിക്കൊരു ബ്യൂട്ടീഷ്യൻ ആവാനായിരുന്നു താല്പര്യം. എന്നിട്ട് നീ ഹോട്ടൽ ഓടിക്കാൻ പോയെന്തിനാ? ഹോട്ടൽ അല്ല, ഹോട്ടൽ മാനേജ്മെന്റ്. എന്നിട്ട് ഹോട്ടൽ മാനേജ്മെന്റോ ഏതാണ്ടൊക്കെ പഠിച്ചിട്ട് നീ കൂലിയും മേലെ ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിപ്പല്ലേ എന്നിട്ട് തൊഴില്? ഇതാ ഞാൻ പറയണേ, എനിക്കിവിടെ ആരടുത്തൊന്നും പറയാൻ പറ്റത്തില്ലാത്തത്. എന്നാ നീ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറ. അച്ഛമ്മ, ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവാൻ തോന്നിയേ. പക്ഷേ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഇവിടെ ആരത്തോടും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലങ്ങ് വെച്ച്. അത് നന്നായി. അല്ലെങ്കിൽ നിന്റെ ഈ മുമ്പിലത്തെ പല്ലിന്റെ സ്ഥാനത്തെ വെപ്പുകലായി ഇരുന്നേനെ. തമാശക്കാരി. നീ ഒരു കാര്യം ചെയ്യൂ. നീ ഈ പിരിയൻ ട്രേഡ് ചെയ്യുന്നത് നിന്റെ തള്ളേക്കാളും നന്നായിട്ട് എനിക്കൊന്ന് ചെയ്തു തന്നെ. എന്റെ അച്ഛമ്മ അമ്മയ്ക്ക് ഞാനാ ചെയ്ത് കൊടുക്കുന്നത്. അച്ഛമ്മ നോക്കൂ, അമ്മേനേക്കാളും സൂപ്പറായിട്ട് ഞാൻ ചെയ്തു തരും. ആണോ? എന്നാ ചെയ്തു. നേരെ ഇങ്ങനെ ഇങ്ങനെ തല ഇങ്ങോട്ട് അങ്ങ് ഇറങ്ങി ഒന്ന് തള്ളടി, എനിക്ക് എഴുന്നേക്കാൻ മേലെ ഇതിനകത്തൊന്നും. തള്ളു. മതിയോ? ഇങ്ങനെ തല നേരെ വെച്ചേ. ഇങ്ങനെ മതിയാ? അന്നങ്ങളേ അനങ്ങത്തില്ല. കണ്ണടച്ചോ? നീ എന്നെ കണ്ണടപ്പിക്കണ്ട ഇപ്പം കേട്ടാ. കണ്ണടക്കോട്ട്, കണ്ണടച്ചില്ലെങ്കിൽ കണ്ണി കൂട്ടു. എന്നാ കണ്ണടക്കാം. അച്ഛമ്മ തല പൊക്കി പിടിച്ച്. ഇങ്ങനെ മതിയാ? മതി മതി. പിന്നെ അച്ഛമ്മ, ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ത്രെഡ് ചെയ്യുന്നതിനെ 150 രൂപ അവര് വാങ്ങുന്നേ. അതിന് ഞാനെന്ത് വേണം? അല്ല, ഞാൻ ത്രെഡ് ചെയ്തതിനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ? നിനക്ക് 2 ഉണ്ട തരാടി ഞാൻ. ഉണ്ട് അച്ഛമ്മക്ക്. അച്ഛമ്മയുടെ മൂക്ക് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ തരാടി വേണേ അങ്ങോട്ട് ചെയ്യാൻ കൊടുത്തു. ഒന്നങ്ങോണ്ട് ഇരുന്നോണ്ട് കണ്ണടച്ചോ? ശരി. ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കണം. ഈ കയ്യോ? ഞാൻ താഴോട്ട് പിടിക്കും. ഇവിടെ ഇവിടെ പിടിക്കും. നന്നായിട്ട് ചെയ്യണം കേട്ടോ. കാണിച്ചത് പോയിന്ന് പറഞ്ഞാൽ കുർത്ത കിട്ടവളെ. എവിടെ കാണട്ടെ?
ദൈവമേ 5-6 രോമം ഉള്ളത് മുഴുവൻ കളഞ്ഞോള്. ചോര വരുന്നോണ്ടെന്നാ തോന്നുന്നു. ഞാൻ ബ്ലേഡ് എടുക്കട്ടെ, ബ്ലേഡ്. ബ്ലേഡ് അച്ഛമ്മ ഞാൻ ചോര ചോരയൊന്നുമില്ല. ഒരുത്തൻ കിട്ടവള്. അയ്യോ മുറിഞ്ഞെന്നാ തോന്നുന്നേ. അഹങ്കാരി. അമ്മ നന്നായി അലക്ക് ചേളിയൊന്നും പോണില്ലല്ല. മൊത്തം എന്റെ മേത്ത് തീ തെറിപ്പിച്ച്. നീ സോപ്പും പതിയിട്ട് ഊതുന്ന പോലെ എനിക്കിട്ട് ചൂതാ നിക്കല്ലേ. ആ കുഴപ്പം ഉള്ളത് പറഞ്ഞാൽ അമ്മയ്ക്ക് പിടിക്കില്ല, മെക്കട്ട് കയറും. എന്നാ പിന്നെ നീ ഞങ്ങളൊക്കെ ചേടി അമ്മ നന്നായി കുത്തിപ്പഴിഞ്ഞ അഴുക്കൊക്കെ പോവും. ഇപ്പൊ മൊത്തം എന്റെ മേത്താക്കിയില്ല. ഇതിലെ അഴുക്ക് കുത്തിപ്പഴിഞ്ഞാ പോവും. നിന്റെ മനസ്സിൽ അഴുക്കുണ്ടല്ലോ, എത്ര കുളിച്ചാലും പോവില്ലടി. നമുക്കേ വല്ല ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, അപ്പൊ പോവും. ഇപ്പൊ സോപ്പും വെള്ളം ഉണ്ടല്ലോ എന്റെ മണ്ടയിലൊക്കെ ഞാൻ കോരി വയ്ക്കും അസത്തെ. എനിക്ക് അലർജി അമ്മ സോപ്പും വെള്ളം. അതാന്ന് തോന്നുന്നു നാറുന്നത്. ഞാൻ കുളിച്ചതാണ്. അപ്പച്ചിയുടെ സുന്ദരമോള് സോപ്പ് പതിട്ട് കളിച്ചാ. അല്ല അമ്മ വെറുതെ അലക്കുമ്പോ ഞാൻ ഇങ്ങനെ. അയ്യോടാ, നിനക്ക് നാണാവില്ലേ? എന്തിനാ നാണം? ഈ അമ്മയെ കൊണ്ടലക്കിക്കാനായിട്ട്. എനിക്കൊരു നാണല്ലേ. അപ്പൊ ചെയ്യാൻ എന്താ കുഴപ്പം? നീയേ എന്റെ ചേട്ടന്റെ മോളാ, അതെന്റെ കുഴപ്പം. അതെന്റെ കുഴപ്പമില്ലല്ലോ. ചേച്ചി അവള് പറഞ്ഞ കേട്ടില്ലേ? ചേച്ചിക്കൊന്നും പറയാനില്ലേ? അത് അവള് പറഞ്ഞത് ശരിയല്ലേ? നിന്റെ ചേട്ടന്റെ മോളായി പോയത് അവളെ തെറ്റാ? ആ ചേച്ചി ഒറ്റ ഒരുത്തിയാണ് അവൾക്ക് വളം വെച്ച് കൊടുക്കണത്. പിന്നെ എന്റെ മക്കൾക്ക് ഞാനല്ലാതെ പിന്നെ ആരാ വളം ഇട്ട് കൊടുക്കുന്നത്? ചേച്ചി ഇങ്ങനെ വളം കൊടുത്തോണ്ടാണ് അവളിപ്പത്തെ ഊതി ഊതി ഇരിക്കുന്നത്. ചേച്ചി ഇങ്ങനെ അലക്കി അലക്കി കഷ്ടപ്പെടുന്നത്. എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ അലക്കുന്നത്. ഞാൻ അമ്മേനെ സഹായിക്കാൻ വന്നതാ. ഇങ്ങനെ കൈയും കെട്ടി നിന്നാണല്ലോ അമ്മയെ സഹായിക്കണത്. നിനക്ക് അലക്കറിയോ? എനിക്ക് അലക്കാറിയാം. ഞാൻ കടിക്കടി കൊച്ചെ, അന്നൊരു കാര്യം ചെയ്യ്, നീ ഒന്ന് പിടിച്ചലക്ക്. പിടിക്കേ. അതെ, നിന്റെ പ്രായത്തിലേ എന്റെ അച്ഛന്റെയും അമ്മയുടെയും നിന്റെ അച്ഛന്റെ അണ്ടർവെയറും അപ്പച്ചിയുടെ ഡ്രസ്സും ഞാനാ കഴുകിക്കൊണ്ടിരുന്ന. ഞാൻ എന്ത് വേണം? എനിക്ക് സൗകര്യമില്ല അലക്കാൻ. എന്റെ അപ്പച്ചിയുടെ ഡ്രസ്സ് ഞാനല്ല കഴുകിക്കൊണ്ടിരുന്നേ. അപ്പൊ നിന്റെ അപ്പച്ചിയുടെ ഡ്രസ്സ് നീ കഴുകണം. അത് സരിത പറഞ്ഞ കാര്യ. അവളെ അപ്പച്ചിയുടെ ഡ്രസ്സ് അവൾ അലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അപ്പച്ചിയല്ല അവള്, അപ്പൊ നീ അലക്കി കൊടുക്കണം. എന്റെ പട്ടി അലക്കും. നീ പട്ടിയെ കൊണ്ടോ പൂച്ചയെ കൊണ്ടോ ആരെ കൊണ്ടോ ആണെങ്കിൽ അലക്കിച്ചോ, പക്ഷെ എനിക്ക് വൃത്തിക്ക് കിട്ടണം. അപ്പൊ പറഞ്ഞ പോലെ ശരി. അമ്മ അമ്മ ഉമ്മേ എന്തേ? ഇതിങ്ങോട്ട് ഒന്ന് അലക്കോ? ഞാൻ അലക്കി കഴിഞ്ഞാൽ അഴുക്ക് പോകില്ലെന്നല്ലേ നീ പറഞ്ഞത്? അത് കുഴപ്പമില്ല, അപ്പച്ചീന്റെ ഡ്രസ്സല്ല, അഴുക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല. മക്കൾ എന്നെ അലക്കിയാ മതി. വാഷിംഗ് മെഷീനിൽ ഇട്ടാലോ? വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുത്തി അലക്കടി. അമ്മ അപ്പച്ചീന്റെ കൂടെ കൂടുന്ന എനിക്ക് ആരോഗ്യാണല്ലേ. എനിക്കിട്ട് താങ്ങുമ്പോ ആലോചിക്കണം. എനിക്കൊന്നും മര്യാദ അലക്കാൻ. സർഫും വെള്ളം വേണമെങ്കിൽ അലക്കി കൊടുക്ക്. എത്തൊരു വേദനയാ, എത്തൊരു നീറ്റലാ. എന്താടി നീ വിഷമിച്ചിരിക്കുന്നത്? അലക്കി അലക്കി എന്റെ ഊപ്പാട് തള്ളി. അതിനോട് വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നോ? പിന്നെ നീ എന്താടി കല്ലേ പോയി അലക്കിയത്? അതിന് അമ്മ വാഷിംഗ് മെഷീൻ അലക്കാൻ സമ്മതിക്കണ്ടേ? അതിന് നിന്റെ അമ്മ മറ്റുള്ളവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കാൻ നോക്കി നടക്കല്ലേ? അതെ, അമ്മയല്ല എനിക്ക് പണി തന്നേ. പിന്നെ ആരാ? അച്ഛമ്മേന്റെ മോളാ. അവളെന്ത് ചെയ്തു? അപ്പച്ചി പറഞ്ഞു അപ്പച്ചീന്റെ ഡ്രസ്സൊക്കെ എന്നോട് അലക്കാൻ പറഞ്ഞു. നീ എന്തിനാ അലക്കാൻ പോയത്? അപ്പച്ചി പറഞ്ഞു അപ്പച്ചീന്റെ ഡ്രസ്സൊക്കെ അപ്പച്ചി അലക്കാറുന്നു. നിന്റെ അപ്പച്ചിയില്ലേ, ആ അപ്പച്ചിയുടെ അപ്പച്ചി ഈ വീട്ടിൽ വരുമ്പോ സകല പണി അവളെ കൊണ്ട് എടുപ്പിക്കും. അപ്പൊ അച്ഛമ്മ ഒന്നും ചോദിക്കാറില്ലേ? ഓ, ഞാനെന്ത് ചോദിക്കാനാ, എനിക്ക് എത്ര ജോലി ഭാരം കുറഞ്ഞു കിട്ടൂലടി. അപ്പൊ ഞാൻ അപ്പച്ചീന്റെ സ്വഭാവം എടുക്കണ്ട വരും. അപ്പച്ചിയുടെ സ്വഭാവമൊക്കെ എടുക്കുന്ന കൊള്ളാം, പക്ഷെ എന്റെ മോളെ കൊണ്ട് എന്തെങ്കിലും പണി എടുപ്പിച്ചാട്ടല്ല. ആഹാ, സ്വന്തം മോളുടെ കാര്യം വന്നപ്പോ കൊച്ചുമക്കളെയൊക്കെ മറന്നൂലേ? നിനക്ക് നല്ല തണ്ടും തടിയും ഉണ്ടല്ലോടി, പോയി പണിയെടുക്കടി. അച്ഛമ്മയുടെ പോലത്തെ ഒരു അമ്മേനെ കിട്ടിയാ മതിയായിരുന്നു. നിന്റെ വിധിയാടി. എന്താ ചെയ്യാ, സഹിക്ക. ഓ, എറിയിട്ട് വയ്യ. എന്താണ്? എന്താ പറ്റിയേ? നിന്റെ അനിയത്തിയേ ആ
എന്റെ പിരിയം ത്രെഡ് ചെയ്ത് തരാന്നും പറഞ്ഞോട്ട് നൂലോട്ട് അങ്ങോട്ടൊക്കെ പഠിച്ചെന്റെ തൊലിയെല്ലാം പോയടി കുഞ്ഞാൻ. അയ്യോ കൊച്ചിനാ. അയ്യേ അവക്ക് ത്രെഡ് ചെയ്യാനൊന്നും അറിയില്ല. അറിയില്ല. എനിക്കറിയാം, ഞാൻ ചെയ്തുതരാം. വാ. വേണ്ട, നീ ചെയ്തു തരണ്ട കേട്ടോ. അച്ഛമ്മ ഞാൻ ചെയ്തുതരാം. വേണ്ട, ഒരാൾ ചെയ്തതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. വിട്ടെ പറഞ്ഞില്ലേ പിടിച്ചു പോലിക്കാൻ നോക്കുന്നു. മര്യാദ പറഞ്ഞ പോരെ, ഞാൻ പോകോളാം. ഓ ഓ ഏ ഏതൊരു ദരിദ്രവാസിയുടെ പേഴ്സിലും അടിക്കാത്തൊരു ലോട്ടറി ടിക്കറ്റെങ്കിലും കാണും. ഇത് അതുമില്ല. ഭൂലോക ദരിദ്രവാസിയാണ്. കളി എന്ത് ചെയ്യാടി എന്റെ പേഴ്സ് എടുത്ത്? എന്ത് ചെയ്യാനാ? നീ എന്തിനാണ് എന്റെ പേഴ്സിൽ നിന്ന് പൈസ മോട്ടിക്കുന്നത്? കെട്ട് കണക്കിന് നിരത്തി വെച്ചിട്ടല്ലേ, അതുകൊണ്ട്. നീ മോട്ടിക്കാനല്ലേ പിന്നെ എന്തിനാ എന്റെ പേഴ്സ് എടുത്തത്? എന്റെ ഒരു 600 രൂപ കാണുന്നില്ല. ഓ അത് ശരി. അപ്പൊ നിന്റെ കയ്യിൽ പൈസ പോയാ അതെല്ലാം ഞാൻ മോട്ടിച്ചു എന്നാ നീ പറയുന്നത് അല്ലേ? അതെന്താണെന്നറിയോ? എന്റെ പേഴ്സിലെ പൈസക്ക് നിങ്ങളുടെ പേഴ്സിൽ വന്നിരുന്നില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പേഴ്സിൽ പൈസ പോയെങ്കിൽ നീ എടുത്തു ഞാൻ പറഞ്ഞാൽ മതിയല്ല. അങ്ങനെ എങ്ങനെ നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ മൊത്തം കണി ഞാൻ പറിച്ചെടുക്കുക. നിന്റെ ഈ നത്ത് മൂക്കിയാ പറിച്ചു. എന്നാ നിങ്ങൾ പറിച്ചെടുക്കേ. പറിക്കുവേ. ആ പറിക്കും. പറിക്കും, അതന്നെയല്ലോ ഒന്ന് കാണുന്നത്. അതിനാരടി കൂടി? അപ്പൊ ഞാൻ കണ്ടതോ, ഭാര്യയും ഭർത്താവാകുമ്പോൾ ചിലപ്പോ സ്നേഹിക്കും, അടികൂടും. അതിന് നിനക്കെന്നാ? ഇങ്ങനെയാണോ സ്നേഹിക്കണത്? ഒരു റൂമിൽ കയറി വരുമ്പോ ഉണ്ടല്ലോ, ലോക്ക് ചെയ്തിട്ടെങ്കിലും കയറണം. അതാണ് മാനേഴ്സ്. അത് കറക്റ്റ്. അപ്പൊ എനിക്ക് റൂമിൽ കയറാൻ പാടില്ല? പാടില്ല. എടി വിഷയം എന്താണെന്നറിയോ? നീ കല്യാണം കഴിച്ച് ഇവിടെ വരുന്നത് വരെ ഇവളുടെ ആയിരുന്നു മുറി. ഇപ്പൊ ഞാൻ കാലുവത്തിയില്ലേ? ഇപ്പൊ എന്റെ റൂമായില്ലേ? ഇപ്പൊ നിന്റെ മുറിയാ. അപ്പൊ എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലേ? ഞാൻ പറയാം, ഇല്ല. അത് പോയി പാതാളത്തിൽ പോയി പറഞ്ഞാൽ മതി. എന്റെ മോള് സർക്കാർ ജോലി വാങ്ങിയ ശേഷം എന്റെ അമ്മ എനിക്ക് എഴുതരാനുള്ള വീടാ ഇത്. കേട്ടല്ലോ പെങ്ങളെ മനസ്സിലിരിപ്പ്. അത് നടക്കാൻ പോകുന്നില്ലടി. നമ്മളെ ചെറുക്കൻ ജോലി വാങ്ങിച്ച് ഈ വീടൊക്കെ എഴുതി മേടിച്ചോളും. അവനാ? എന്റെ മോള് സർക്കാർ ജോലി വാങ്ങിക്കും, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എവിടുന്നാ സരിത വാങ്ങിച്ചു കൊടുക്കുന്നത്? എറണാകുളം മാർക്കറ്റിൽ നിന്ന്. എന്താ കുഴപ്പമുണ്ടോ? അല്ല, എണ്ണത്തിലാണോ തൂക്കത്തിലാണോ? കളിയാക്കണ്ട. എന്റെ മോള് റാങ്ക് ലിസ്റ്റ് കേറും, അപ്പൊ കണ്ടാ മതി. നോക്കിക്കോ, ചേട്ടനും നോക്കിക്കോ. നിനക്ക് തെറ്റാടി. നീ എന്തിനാ വെറുതെ അവളെ ഇവര് കയറ്റി വിട്ടത്? ഇനി അവൾ അവിടെ പോയിരുന്ന ആ കൊച്ചിനെ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചാലേ ഈ വീടൊക്കെ അവർക്ക് പോവും. അവക്കും നിങ്ങൾക്ക് ഒരേ ബുദ്ധിയല്ലേ? ആ ബുദ്ധിയെ ഞാൻ കൊച്ചിനുണ്ടാവുള്ളൂ, കിട്ടത്തില്ല. അല്ല, ഇതേ ബുദ്ധി തന്നെ നമ്മുടെ സന്താന ഗോപാലത്തിനും ഉള്ളത്. എന്റെ ബുദ്ധിയാ എന്റെ മകൻ. നിന്റെ ബുദ്ധി. ആ ബുദ്ധി വെച്ചോണ്ട് അവൻ എന്താ ചെയ്യുന്നെന്ന് പോയി നോക്ക്. എന്റെ മകനെ എനിക്ക് നല്ല വിശ്വാസാ. നീ വിശ്വസിക്കുന്നത് തെറ്റൊന്നുമില്ല. അവൻ എന്താ ചെയ്യുന്നെന്ന് പോയി നോക്കണേ. ആ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്ത. എടി മണ്ടൂസേ, നിന്റെ 600 രൂപ എത്തേണ്ടടത്ത് എത്തിടി. മാരങ്കത്തി സത്യം പറ, നിങ്ങൾ തല്ലൂടായിരുന്നില്ലേ? ഞങ്ങൾ എന്തിനാ തല്ലുകൂടുന്നത്? സത്യം പറഞ്ഞേട്ടാ, അറിയാനുള്ള ത്വര കൊണ്ടാ. സത്യമായിട്ട് പറഞ്ഞാ മോളെ, ഞങ്ങൾ തല്ലുകൂടുകയായിരുന്നില്ല. എനിക്കത്ര വിശ്വാസം പോരാ. ആ, നീ നിന്റെ മനസ്സിലിരിപ്പ് വെച്ചോണ്ട് നമ്മളെ ചിന്തിക്കണ്ട കേട്ടാ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. എന്താ എന്നല്ല ഇവിടെ പോയി നമുക്കിട്ട് പാര വയ്ക്കുവോ? 5, 6, 7. ആ തേങ്ങ, ആ കൊല്ലൊരു തേങ്ങ കാണുന്നില്ലല്ലോ. അതാ തേങ്ങ കള്ളി എടുത്തായിരിക്കും. പിന്നെ അല്ലാണ്ട് ആരെടുക്കാനാ? ഇവിടെ വരട്ടെ. അമ്മന്റെ മുകളിലോട്ടേക്ക് പിറുവിറുക്കുന്നത്. ഇവിടെ തേങ്ങയുടെ എണ്ണ എടുക്കടോ. ഈ എണ്ണി തിട്ടപ്പെടുത്തുന്ന സ്വഭാവതര മാറ്റാറായില്ലേ? ഇവിടെ അപ്പടി തേങ്ങ കളിമാരാന്നേ. അമ്മ ഇത് കുടിക്കി, ബാക്കി പിന്നെ എണ്ണ. എനിക്ക് വേണ്ട ചായ. അമ്മ ഞാൻ കൊണ്ടുവന്നല്ലേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, മരുമോളോ നല്ല കുടിക്കുള്ളായിരിക്കും. എന്നാ കൊണ്ടുവാ, ഞാൻ കുടിച്ചോളാം. അമ്മ, അമ്മ നാത്തൂനൊന്ന് മെരുക്കി നിർത്തണത് വളരെ നല്ലതായിരിക്കും. അതെന്താടി, ആനയാണോ അവളെ മെരുക്കാൻ? നാത്തൂന് മതം കളയാലേ ആനേക്കാളും കഷ്ട. അമ്മയെ വലിച്ചേച്ച് തോട്ടിലെറിയും.
എന്നെ വലിച്ച് തൂക്കാനായിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ. കാലുമടക്ക് ഒരെണ്ണം ഞാൻ വെച്ചു കൊടുക്കോക്കിട്ട്. എന്തിനു വെച്ചു കൊടുക്കാൻ നിക്കണ്? ഇപ്പഴേ മേരിക്ക് നിർത്തിയാ പോരെ? അവക്കൊരു ഡോസ് കൊടുക്കാൻ ഞാൻ പണ്ടേ തീരുമാനിച്ച. ഞാൻ കൊടുത്തോളാം. ഗ്ലാസ് കാട്ടിയേ ഓട്ടെ. ഇത് നോക്കിയമ്മ, എന്റെ ക്ലാസ്സിൽ എ, അമ്മയുടെ ക്ലാസ്സിൽ എഴുതിയിട്ടില്ലല്ലോ. അതിനെന്താ? നമുക്കിത് മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണയും കുടിക്കുകയും ചെയ്യണ പാത്രത്തില് ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം അടയാളപ്പെടുത്തിക്കണത്. ആരാ? അമ്മയുടെ പുന്നാര മരുമോള്. എനിക്കൊന്നും വേണ്ടി ചായ അമ്മയുടെ മരുമോൾ കൊണ്ട് കൊടുക്ക്. എന്നാ എനിക്ക് വേണ്ട ഈ ചായ. നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് എന്നോട് കൂടെ ചോദിക്കാം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് പോയി. ഇവിടെ അടി അവിടെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. ആഹാ, എന്തൊക്കെ പറഞ്ഞാലും ആ സരിതേനെ കൊണ്ട് എനിക്ക് ഇപ്പേ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. എൻ്റെ മോള് മേലെനിക്ക് പണിയെടുത്തല്ല. അമ്മ ഒരു അക്ഷരം ഇടരുത്. എന്റെ കയ്യൊക്കെ നോക്കി എന്തൊരു വേദനയായിരുന്നു എന്നറിയോ? ഓ, അതെ, അത് ആദ്യമായിട്ട് പണിയെടുക്കുന്നുണ്ടാ, ശീലായിക്കോളും. നീ വലിയ കാര്യമൊന്നും പറയണ്ട. നിനക്കും കിട്ടും അപ്പച്ചിന്റെ ഇത് പണി. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള പണിയൊക്കെ അറിയാം. ഓ, കണ്ടാ മതി ഇതൊക്കെ. കൈയടിച്ച് നോക്കട്ടെ. വേണ്ട, അങ്ങനെ എന്റെ കൈ ഉണ്ട്. എല്ലാരും ഒന്ന് നോക്കട്ടെ. സുഖിക്കണ്ട. എല്ലാരും ഒന്ന് നോക്കട്ടെ. നോക്കട്ടെ, കാണിക്ക്. കിണിക്കാനല്ലേ? വേണ്ട, കിണിക്കൂല. കുറച്ച് വെളിച്ചെണ്ണ സത്യമായിട്ട് കിണിക്കൂല. ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്നല്ലേ? ആ, അയ്യോടി നല്ല ചുവപ്പുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ മതി, മാറിക്കുള്ളൂ. എന്റെ മോക്ക് എന്താടി വല്ല തൊട്ടുകൂടായ്മ ഉണ്ടോ? തൊട്ടുകൂട്ടാൻ ഇത് എന്താ അച്ചാറാണോ അച്ചമ്മേ? സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോ അങ്ങോട്ട് തമാശ പണിയല്ലേ? ഞാനൊന്നും പണയണില്ല. അച്ചമ്മ പണഞ്ഞു. നിന്നോട് ഞാൻ ചോദിച്ചത്. തൊട്ട് കൂട്ടാനുണ്ടോ ഒഴിച്ചു കൂട്ടാനല്ലോ? എനിക്ക് എങ്ങനെ അറിയുന്നേ? ചോദിക്കമ്മേ, അടയാളം തിട്ടെന്ന്. അപ്പം ഈ ഗ്ലാസ്സിൽ എന്താടി അടയാളം വെച്ചിരിക്കുന്നു? അങ്ങോട്ട് നോക്കൂ. അത് ഞാൻ അടയാളൊന്നും വെച്ചിട്ടില്ല. അല്ലല്ല, എനിക്ക് തന്ന ഈ ചായ ഗ്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെ എ വന്നു? ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മയാണ് അടയാളം വെച്ചിരുന്നെങ്കിൽ അത് എണ്ണയായിട്ടേ വരത്തുള്ളൂ. എൻ ഫോർ നാത്തു. എന്റെ ചക്കര മോളങ്ങനെ പറഞ്ഞു കൊടുക്കണേ. എനിക്ക് പക്ഷെ അങ്ങനെയല്ല തോന്നണേ. പിള്ളേരുടെ അപ്പച്ചിയുടെ ഈ ആവാലോ. ഈ ഏന്ന് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ലോ എന്ന് വിചാരിച്ചോ? വിചാരിച്ചെങ്കിൽ എന്റെ മോക്ക് തൊട്ടുകൂടായ്മ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ തിരിച്ചൊരു തൊട്ടുകൂടായ്മ അങ്ങോട്ട് വെക്കും. അച്ഛമ്മേ, ഇതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? A for അമ്മ എന്നാണോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. നീ എന്റെ പാത്രത്തിലും അടയാളം വെച്ചു തുടങ്ങിയല്ലേ? എനിക്കെന്താടി വല്ല മാറാനോ കൊണ്ടോന്നു? മാ, ഇത് അമ്മയ്ക്കുള്ള പണിയല്ല, എനിക്കിട്ടുള്ള പണിയാ. അല്ലല്ലല്ല, ഇത് A for അമ്മ തന്നെയാണ്. അമ്മേ, എനിക്ക് തോന്നുന്നു എന്നെ അമ്മയും തെറ്റിക്കാൻ വേണ്ടി അവള് തന്നെ എ എന്ന് എഴുതിയതാന്നാ. ശരിയമ്മേ, ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ്. എന്റെ മോക്കും തോന്നിയില്ലേ? എന്റെ ദൈവമേ, എന്റെ ചേച്ചി ഒരു സ്ഥലത്ത് നിക്കി, രണ്ട് വള്ളത്തിലും കൂടി കാല് ചവിട്ടാതെ. എടി ഞാനേ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുള്ളൂ കേട്ടാ. ന്യായത്തിന്റെ ഭാഗത്തെന്ന് പറഞ്ഞോണ്ട് രണ്ട് ഭാഗത്തും കൂടി ചാടിക്കളിക്കുന്ന എന്തിനാ? അത് എനിക്ക് ആദ്യം തോന്നി A for അപ്പച്ചയാന്ന്, പിന്നെ എനിക്ക് തോന്നി A for അമ്മയാന്ന്, പിന്നെ എനിക്ക് തോന്നി അമ്മ പറയണതാണ് ശരിയെന്ന്. അച്ഛമ്മേ, ഈ അപ്പച്ചയാണ് ഇതിനെല്ലാം ആണിക്കാരി. ആണോടി? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? എന്താ ഇത്? നീ കുറച്ചു മുമ്പ് എനിക്ക് നടി ചായം കൊണ്ട് വന്നു. അമ്മേ, അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. അവളെ വരവിന്റെ ഉദ്ദേശം തന്നെ എന്നെ അമ്മയും തെറ്റിക്കണം എന്നുള്ളതാ. അത് ശരി, ഇപ്പൊ അമ്മയും നാത്തൂരും ഒന്നായി. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ വീട്ടിലെ എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന്. ഞാൻ ഒരു നിമിഷം അവിടെ നിൽക്കൂല. ഞാൻ എന്റെ പാട്ടിന് പോകാൻ പോവാ. കാണിച്ചരാ, പോവാട്ടോ ഞാൻ. സരിത പോവാ. എടി, എന്റെ മോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലേ, നിങ്ങളെല്ലാത്തിനെയും ഞാൻ പാട്ടി ഇറക്കൂടി, തൂത്തോരി ഇറക്കും. കണ്ടോ? ആഹാ, പിന്നെ ഇറക്കാൻ വേണ്ടി പട്ടിയും പൂച്ചയൊക്കെ അല്ലേ? ഞാൻ ഇപ്പൊ വരാവേ. അതെ, കൊറേ നാളായില്ല അപ്പച്ചീനെ ആട്ടി ഇറക്കാൻ നോക്കിട്ട്. എന്തായി? ഇത് സിമ്പിൾ ആയിട്ട് ആട്ടി ഇറക്കില്ലേ? ഓരോ കോമാളിത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. വേണ്ടടി, അമ്മ പറഞ്ഞ നിക്കൂല. ഞാനിവിടെ നിക്കൂല, ഞാൻ പോവാ. അതല്ല ഞാൻ പറഞ്ഞത്. അതെന്റെ സാരിയാ, അതെടുത്തോട്ട് പോലെന്നാ പറഞ്ഞത്. ദയ കിടക്കണം നിങ്ങളുടെ സാരി, എനിക്കെങ്ങും വേണ്ട.
ഓ ഈ പെണ്ണിന് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിലും അമ്മയ്ക്ക് വലുത് അമ്മയുടെ മരുമോളും അമ്മയുടെ സാരിയൊക്കെ അല്ലേ, ഞാനല്ലല്ലോ. എടി അവള് നിന്നെ ഉദ്ദേശിച്ചല്ല അതാ എഴുതിയത്, എന്നെ ഉദ്ദേശിച്ചാ. അമ്മേ, ചേച്ചി എനിക്കിട്ട് തന്ന പണി അമ്മ ഏറ്റെടുത്ത് അമ്മ ചേച്ചിനെ സംരക്ഷിക്കാൻ നോക്കണ്ട. ഞാൻ പോവാ. ഈ പെണ്ണിന് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് തലേ കയറില്ലെന്ന് പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് പറ. തലേ കയറൂല, ഞാൻ പോട്ടെ, ഞാൻ പോവാ. അച്ഛാ ദേ കണ്ട 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 അപ്പച്ചി പോവാൻ നിൽക്കുക. നീ പോകാൻ പോകണം. ഞാൻ പോവാ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ എല്ലാവരുടെ സ്നേഹം എനിക്ക് മനസ്സിലായി, ചേട്ടന്റെയും അമ്മയുടെയും എല്ലാവരുടെയും. ഞാൻ പോവാ. എടി അത് അവള് നിന്നെ ഉദ്ദേശിച്ച് ചെയ്തൊന്നും അല്ല. എനിക്കറിയാം ആരാ ചെയ്തതെന്ന്. എടി പെണ്ണെ, നീ സത്യം അറിയാതെ പോരുത്. അവസാനം ഇതെല്ലാം കൂടെ ഒപ്പിച്ചു വെച്ചാൽ നീയാണെന്ന് ഇവരെല്ലാരും കൂടെ പറയും. അങ്ങനെ പറയോ? ഞാൻ പറയും. ഞാൻ എന്തായാലും പറയും. എങ്കിലും ഈ പണിയുടെ പിന്നിൽ ചേച്ചിയാണെന്ന് തെളിയിച്ചു കാണിക്കും ഞാൻ. കാണിക്കണം അപ്പച്ചി, തെളിവോടെ കാണിക്കണം. അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്ന ഞാനും കൂടെ നോക്കട്ടെ. അപ്പച്ചി അപ്പച്ചി സത്യം പറ, അപ്പച്ചി അല്ലേ ആ ഗ്ലാസ്സിൽ അടയാളം ഇട്ടത്? വാ, പുറത്തേക്ക് വാ. പറഞ്ഞുതരാം. വാ. അല്ല വേണ്ട, എനിക്ക് മനസ്സിലായി. എന്നാ സ്ഥലം വിട്. മനസ്സിലായില്ലേ? പോ പോ. ഞാൻ പോവുക. എടി മക്കളെ, നീ അപ്പൊ പോണില്ലേ? ഇല്ല, ഞാനിത് തെളിയിച്ചിട്ട് അടങ്ങും.